സംസ്ഥാനത്ത് മഴ കനക്കും. ഇന്ന് 10 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടായിരിക്കും. എറണാകുളം ജില്ലയുടെ മലയോര മേഖലയിലും നഗരപ്രദേശങ്ങളിലും ഇന്നലെ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. കനത്ത മഴയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ സംരക്ഷണ ഭിത്തി തകർന്നിട്ടുണ്ട്. MG പ്രതീഷ്, ഒപ്പം തന്നെ ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനും കൂടി ചേരുന്നു വിശദാംശങ്ങളുമായി. ആദ്യം പ്രതീഷിലേക്ക്. പ്രതീഷ്, സംസ്ഥാനത്ത് വീണ്ടും പ്രതീഷിന് പകരം മേഘന മുരളിയാണ് വാർത്തകളുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മേഘന, സംസ്ഥാനത്തെ മഴ സാഹചര്യം എന്താണ്? മഴ കൂടുതൽ ശക്തമായി തന്നെ പെയ്യും എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ്. അതിൽ ഏതൊക്കെ ജില്ലകളിലാണ് പ്രത്യേകിച്ച് മുന്നറിയിപ്പുകളുള്ളത്? വരും ദിവസങ്ങളിൽ കേരളത്തിൽ മഴ ശക്തമാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിൽ നാളെ മുതൽ കേരള തീരത്തിനോട് സമീപമായി ഈ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മധ്യ പടിഞ്ഞാറൻ തീരത്ത് ബംഗാൾ ഉൾക്കടലിൽ സമീപമായി ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഴ ശക്തമാകാനുള്ള ഒരു സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതിൽ പ്രധാനമായും ഇന്ന് 4 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്, അതായത് അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പില്ല. ബാക്കി എല്ലാ ജില്ലകളിലും ശക്തമായ മഴ പെയ്യും. അത് യെല്ലോ അലർട്ടും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 15-ാം തീയതി വരെ, ഈ മാസം 15-ാം തീയതി വരെ അതിശക്തമായ മഴ പെയ്യും. അതിൽ 15-ാം തീയതിക്ക് ശേഷവും മഴ തുടരുമെന്നും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. നാളെ 2 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. അതുപോലെ ബാക്കി 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലനിൽക്കുന്നുണ്ട്. മറ്റന്നാൾ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് ഉണ്ട്. അത് കഴിഞ്ഞ് 15-ാം തീയതി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട്, അതായത് അതിശക്തമായ മഴ പെയ്യുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിൽ വടക്കൻ ജില്ലകളിൽ, ഈ കണ്ണൂർ, കാസർഗോഡ് അടക്കമുള്ള വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ടിന് സമാനമായ മഴ പെയ്യാനുള്ള ഒരു സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതായത് കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. ഇനി വരുന്ന ദിവസങ്ങളിലും അതിശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുപോലെ തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ 15-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അതുപോലെ തന്നെ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ, തീരദേശത്ത് താമസിക്കുന്നവർ, വടക്കൻ ജില്ലകളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പുലർത്തണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. എന്തായാലും നാളെ മുതൽ തന്നെ ഈ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകും. അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ ഈ ഒരു ചക്രവാത ചുഴിക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മഴ ശക്തമാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ശരി, എന്തായാലും ഇന്ന് 10 ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള മുന്നറിയിപ്പുകളൊക്കെ ആ ജില്ലകളിൽ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം കൃത്യമായും പറയുന്നു, ഈ മലയോര മേഖല, ഒപ്പം തന്നെ തീരപ്രദേശങ്ങൾ, അവിടെയൊക്കെയാണ് കൂടുതൽ ജാഗ്രത വേണ്ടത്. ഇനി കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഈ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ പെട്ടെന്ന് വെള്ളക്കെട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഇന്നലെ രാത്രി തുടങ്ങിയ മഴ പലയിടങ്ങളിലും, കൊച്ചിയിലും പ്രത്യേകിച്ച് കൊച്ചിയുടെ നഗരപ്രദേശങ്ങൾ ഉൾപ്പെടെ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്ന സാഹചര്യമാണ്. ഇടവിട്ട് ശക്തമായ മഴയാണ് ഉണ്ടാകുന്നത് കൊച്ചി നഗരപ്രദേശങ്ങളിലൊക്കെ തന്നെ. അവിടെയൊക്കെ ഈ വെള്ളക്കെട്ടാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി തന്നെ